മക്കളെ, അപ്പോൾ നമ്മുടെ ക്രിസ്മസ് എക്സാമിൻ്റെ പേപ്പറൊക്കെ നമുക്ക് കിട്ടിത്തുടങ്ങിയല്ലേ. ചിലർക്കൊക്കെ വിചാരിച്ചതിനേക്കാൾ ഒരുപാട് മാർക്ക് ഉണ്ടാകും. എന്നാൽ ചിലർക്ക് എക്സാമിൻ്റെ സമയത്ത് വിചാരിച്ച പോലെ പഠിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ വിചാരിച്ച അല്ലെങ്കിൽ നമ്മളെ കൊണ്ടാകാവുന്ന മാർക്ക് ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവില്ല. പക്ഷേ എക്സാം കഴിഞ്ഞു, പേപ്പറും നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മളിങ്ങനെ ആലോചിച്ച് ടെൻഷൻ ആവേണ്ട കാര്യമില്ല, അതുകൊണ്ട് നമുക്കൊന്നും കിട്ടാനില്ല. അപ്പോൾ നമുക്ക് ഇനി ഫോക്കസ് ചെയ്യാനുള്ളത് വരാനിരിക്കും നമ്മുടെ ആനുവൽ എക്സാമിനെയാണ്. മാർച്ചിൽ നമുക്ക് എക്സാം ഉണ്ട്. നമുക്കറിയാം 9ാം ക്ലാസ്സിൽ ആനുവൽ എക്സാമിൽ നല്ല മാർക്ക് ഇല്ലെങ്കിൽ ആ ക്ലാസ്സിൽ നമ്മളെ തോൽപ്പിക്കും. അത് മാത്രമല്ല, നമുക്ക് 9th നല്ല മാർക്ക് ഉണ്ടെങ്കിൽ 10th A+ ക്ലാസ്സിൽ നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ നമ്മൾ അടിപൊളിയായിരിക്കും സ്കൂളിൽ അല്ലേ. അപ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഇനി നമ്മളുടെ മുന്നിൽ വരാനിരിക്കുന്ന ആനുവൽ എക്സാമിനെയാണ്. അപ്പോൾ ആനുവൽ എക്സാമിലേക്കുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫിസിക്സിലെ ഒരു ചാപ്റ്ററാണ് വർക്ക് ആൻഡ് എനർജി, പ്രവൃത്തിയും ഊർജവും എന്ന് പറയുന്ന ചാപ്റ്ററാണ്. വളരെ വലിയൊരു ചാപ്റ്ററാണ്. അപ്പോൾ നാളെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് ഒരൊറ്റ ലൈവിലാണ്. അപ്പോൾ ആരും തന്നെ നാളത്തെ ലൈവ് മിസ്സാക്കരുത്. നമുക്ക് അടിപൊളിയായിട്ട് ഉഷാറായിട്ട് പഠിക്കാം.